ഹലോ ഗൈസ്, വെൽക്കം ടു വീഡിയോസ്. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നതിൻ്റെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന ബ്രോസ്റ്റഡ് തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾക്ക് ശരിക്കും ബ്രോസ്റ്റഡ് എന്ന് പറയുന്നത് ഞങ്ങൾ തട്ടിക്കൂട്ടി എന്തൊക്കെയോ വെച്ചേക്കുക. അപ്പം ഇത് നമുക്ക് ചിക്കൻ ഇതിനകത്ത് ഇതെന്താ തൈര്, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, അതൊക്കെ ഇത് നമ്മൾക്കാണെങ്കിൽ ഒരു ഡിപ്പ് ചെയ്ത് ഹാഫ് ആൻഡ് അവർ വെക്കണം. അപ്പം ഞങ്ങളാണെങ്കിൽ ഡിപ്പ് ചെയ്ത് ഹാഫ് ആൻഡ് അവർ വെച്ചിട്ട് കുരുമുളകൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ കണ്ടു. അപ്പം ഗൈസ്, അപ്പോൾ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് 2 മുട്ടയല്ലേ, 2 മുട്ട പൊട്ടിച്ചിടാം. പൊട്ടത്തില്ലേ? അപ്പൊ ഗൈസ് പൊട്ടിച്ചിടാം. മുട്ടയുടെ തോടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ വലിയ പ്രോ ഒന്നുമല്ല. തോടൊക്കെ ഇത്രയും കഷ്ടമാണോ? ഒരു മുട്ട പോയി, 2 എണ്ണം. അപ്പൊ ഇതെന്തായാലും ഇച്ചിരി പെർഫെക്റ്റ് ആയി. മുട്ട പൊടിക്കാനും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് ട്രൈ ചെയ്ത്. അപ്പൊ ഇനി നമുക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ക്ലിയർ ആക്കി. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് നമുക്ക് ഇടാം. ഫുൾ ഇടണമല്ലോ. അപ്പം ഫുള്ളിടാം. ഇനി മുളക് പൊടി നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്പൈസി വേണമെങ്കിൽ സ്പൈസി ഉണ്ട്, നോർമലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് അത്രയ്ക്ക് സ്പൈസി ഉണ്ടാകുന്ന ഇത്രയും മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും മല്ലിപ്പൊടി. ഇതൊക്കെ ഇനി മിക്സ് ചെയ്യണം അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ മൈദ ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എരി കൂട്ടാൻ വേണ്ടി ഇതും പിന്നെ എരി കൂട്ടാൻ വേണ്ടി ഇതും എടുക്കണം. പിന്നെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം ഇങ്ങോട്ട് ഇട്ട് എല്ലാത്തിൻ്റെ ഇവിടെ അടുത്തായിട്ട് മിക്സ് ചെയ്തിട്ട് 13 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം ഇതിൻ്റെ അകത്തൊക്കെ തേച്ച് കൊടുത്ത് നല്ല ക്രിസ്പി ചെയ്യാൻ വേണ്ടി ആണ് കോൺഫ്ലവർ ചെയ്തേക്കുന്നത്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ സാധാ ഫ്ലവറും ഇട്ടാൽ മതി. അതും ഇതാണ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് അത് നല്ലതായിരിക്കും. അതിന് ഫ്രീ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലായിട്ട് നല്ല ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതേപോലെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടിയ ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് സബ്സ്ക്രൈബ് പ്ലീസ്. നല്ലതുപോലെ ഇവിടെ എല്ലാം അങ്ങ് ഇളക്കി ക്രിസ്പിനെസ് ഒക്കെ കിട്ടി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഒരു 13 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതിനാണെങ്കിൽ ഇതിന് 13 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ സാധനം ഇല്ലേ, ഈ വെള്ളം പോലെ, അത് നല്ലതുപോലെ ഇതിൻ്റെ അകത്തൊക്കെ കയറും. അതുകൊണ്ടാണ് 13 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് വെയിറ്റ് ചെയ്യണം. അപ്പം ഇനി എന്താ ചെയ്യണ്ടേ? അപ്പം ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ മമ്മിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലവറിനകത്ത് നമ്മൾ ഈ ഇളക്കി വെച്ച ഈ ചിക്കൻ കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് എന്നിട്ട് ഇച്ചിരി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വെച്ചേക്കുന്ന ഒരു തണുത്ത വെള്ളത്തിൽ ഇട്ടാൽ
ഇതിന്റെ അകത്ത് ഇരിക്കുന്ന ഫ്രോസൺ ചിക്കൻ എന്താ നെഗ്ലറ്റ്സ് ഒക്കെ പോലെ ഇല്ല അതേപോലെയാവും. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ എണ്ണയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കാണാം. ഓക്കെ ബൈ. അപ്പം ഗൈസ് നമ്മളാണെങ്കിൽ ഇത് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് നല്ല തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെയാണ്. ഇനിയാണെങ്കിൽ ഇതിനകത്ത് കോൺഫ്ലവറും പിന്നെ സാദാ ഫ്ലവറും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാതെ എന്നാലും നല്ല ക്രിഞ്ചി ആയിട്ട് നല്ല വരും. എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് നേരെ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ അപ്പോഴത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കയറ്റുവാണ്. അപ്പം നമ്മൾ വയറ്റിൽ കയറ്റുന്ന ഭാഗമാകുമ്പോൾ വിളിക്കാം. അപ്പൊ ഗൈസ് ഇനി നമ്മുടെ അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇനി കഴിക്കുന്നതാണ്. അപ്പോൾ ഇതേണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം കിട്ടിയത് ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പിയാണ്. നിങ്ങളിത് വീട്ടിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലതുപോലെ ഉണ്ടാക്കും. അപ്പം ബൈ.